അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുപശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി വണ്ടിപ്പെരിയാർ പശ്ചിമല കുട്ടപ്പൻ കവലയ്ക്ക് സമീപം റോഡ് സൈഡിലാണ് കണ്ടെത്തിയത്. പുലി ഇനത്തിൽപ്പെട്ട വന്യമൃഗം ആവാം ആക്രമണത്തിന് പിന്നിലെന്ന് ഫോറസ്റ്റ് അധികൃതർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ ജനവാസ മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി വന്യമൃഗശല്യം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഒരു സൈഡിൽ കടുവയാണെങ്കിൽ മറ്റൊരു വശത്ത് വളർത്തുപശുക്കളെ കൊന്നു തിന്നുന്ന പുലികളും ഉണ്ട്. ഇതിന് പ്രധാന കാരണം അടഞ്ഞുകിടക്കുന്ന തേയിലത്തോട്ടം മേഖലയിലെ തേയിലക്കാടുകൾ കാടുപിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ്. ഇവിടെ സ്വൈര്യമായി തന്നെ വന്യമൃഗങ്ങൾക്ക് വികാരം നടത്താൻ കഴിയും എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഇതുവഴി രാത്രികാലങ്ങളിൽ അടക്കം പ്രദേശവാസികൾ ഭീതിയോടെ അല്ലാതെ കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വന്യമൃഗം വളർത്തുപശുവിനെ കൊന്നത്. പുലി ഇനത്തിൽപ്പെട്ട വന്യമൃഗം ആവാം പശുവിനെ ആക്രമിച്ചത് എന്നാണ് മൗണ്ട് ഫോറസ്റ്റ് അധികൃതരുടെ നിഗമനം. എന്നാൽ ഇതേസമയം കാട് വളർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായ വന്യമൃഗങ്ങൾ ഈ പ്രദേശത്ത് കാണാൻ സാധ്യതയേറെയാണെന്നും മുൻപ് പല തവണകളിലായി വന്യമൃഗങ്ങളെ ഈ മേഖലയിൽ കണ്ടതായും നാട്ടുകാർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭീതിയോടെയല്ലാതെ വണ്ടിപ്പെരിയാർ മേഖലയിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ വന്യമൃഗ ശല്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.